അസ്സലാമു ഫ്രണ്ട്സ്. ഇന്ന് ഞാൻ നിങ്ങളായിട്ട് ഷെയർ ചെയ്യുന്നത് നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഒരു വെറൈറ്റി ആയിട്ടുള്ള ഒരു ഇഫ്താർ സ്നാക്കിൻ്റെ റെസിപ്പിയാണ്. നമ്മുടെ വീട്ടിൽ എപ്പോഴും ഉണ്ടാകുന്ന സാധനങ്ങൾ കൊണ്ട് ചെയ്യാൻ പറ്റുന്ന നല്ലൊരു സ്നാക്ക് റെസിപ്പിയാണ് കേട്ടോ. നല്ല ഈസിയാണ്. അപ്പോൾ റെസിപ്പിയിലോട്ട് പോകുന്നതിന് മുമ്പായിട്ട് എൻ്റെ ചാനൽ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. അതിൻ്റെ കൂടെയുള്ള ആ ബെല്ലൈക്കണും കൂടെ ഒന്ന് ക്ലിക്ക് ചെയ്യുക കേട്ടോ. അപ്പോൾ ഈ നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഈ റെസിപ്പി എങ്ങനെ ചെയ്യുന്നത് നോക്കിയാലോ. ഞാനിവിടെ 3 ഉള്ളി റൗണ്ടായിട്ടൊന്ന് കട്ട് ചെയ്തിട്ട് ഇതുപോലെ അതിൻ്റെ റിങ്സുകളൊക്കെ ഒന്ന് സെപ്പറേറ്റ് ചെയ്തെടുത്ത് വെച്ചിട്ടുണ്ട്. ഇനി ഒരു ബൗളിലേക്ക് നമുക്ക് 3 ടേബിൾ സ്പൂൺ കടലപ്പൊടി ഇട്ട് കൊടുക്കുന്നുണ്ട്. അതേ അളവ് തന്നെ 3 ടേബിൾ സ്പൂൺ മൈദയും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. മൈദയും കടലപ്പൊടി ഒരേ അളവ് തന്നെ എടുക്കുക കേട്ടോ. അത് നിങ്ങൾ ഉള്ളി എത്ര എടുക്കുന്നതിനനുസരിച്ചിട്ട് കൂട്ടിയും കുറച്ചൊക്കെ നിങ്ങൾക്ക് എടുക്കാം. ഇനി ഇതിലേക്ക് കുറച്ച് ഒരു നുള്ള് സാമ്പാർ കായും കൂടെ ചേർക്കുന്നുണ്ട്. ഇനി ഞാൻ പ്രത്യേകിച്ച് അളന്നിട്ടൊന്നുമല്ല ചേർക്കണം കേട്ടോ, വളരെ കുറച്ച് ചേർത്താൽ മതി. ഇനി ഇതിലേക്ക് കുറച്ച് മുളക് പൊടി കൂടെ ചേർക്കുന്നുണ്ട്. വളരെ കുറച്ചാണ് ഞാൻ ചേർക്കുന്നത് കേട്ടോ, നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ കൂടുതലായിട്ട് ചേർക്കാം. ഇനി ഒരു ടീസ്പൂണോളം വെളുത്തുള്ളി പേസ്റ്റും കൂടെ ചേർക്കുന്നുണ്ട്. ഇനി കുറച്ച് മല്ലിയില അരിഞ്ഞതും കൂടെ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇതിനൊന്നും ഞാൻ പ്രത്യേകിച്ച് അളവായിട്ട് ഒന്നും പറയണില്ല, നിങ്ങളുടെ ഇഷ്ടത്തിനനുസരിച്ച് നിങ്ങൾക്ക് ചേർത്ത് കൊടുക്കുക. ഇനി കുറച്ച് ഉപ്പും കൂടെ ഇട്ടിട്ട് ആവശ്യത്തിനുള്ള ഉപ്പും കൂടെ ഇട്ടിട്ട് നമുക്കിതൊന്ന് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യാം. നമ്മൾ ബജിയൊക്കെ ഉണ്ടാക്കുന്ന ആ ഒരു കൺസിസ്റ്റൻസിയിൽ വേണം നമ്മൾ ഈ ഒരു ബാറ്റർ റെഡിയാക്കി എടുക്കാനായിട്ട്. നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തതിന് ശേഷം നമുക്ക് കുറേശ്ശെ വെള്ളം ഒഴിച്ചിട്ടൊന്ന് കലക്കിയെടുക്കാം. അപ്പോൾ ഞാനിവിടെ ഒരു 3 ഉള്ളിക്കുള്ളതാണ് കേട്ടോ പറയുന്നത്. 3 ഉള്ളി പറഞ്ഞാൽ ഒരു മീഡിയം സൈസ് ഉള്ളിയാണ്. അപ്പോൾ നിങ്ങൾക്ക് നീ ഉണ്ടാക്കുന്ന സമയത്ത് അളവിൽ ഇത് കുറഞ്ഞു പോവുകയോ കൂടി പോവുകയൊക്കെ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ അതിനനുസരിച്ചിട്ട് നിങ്ങൾ ഉണ്ടാക്കിയെടുത്താൽ മതി. അപ്പോൾ നന്നായിട്ട് തന്നെ കലക്കിയെടുക്കുന്നുണ്ട്. ഇനി ഇതിലേക്ക് ഒരു നുള്ളു മഞ്ഞൾപ്പൊടി വേണമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ചേർത്ത് കൊടുക്കാം കേട്ടോ. ഞാൻ മഞ്ഞളൊന്നും ചേർക്കണില്ല. അപ്പോൾ നന്നായിട്ട് തന്നെ മിക്സ് ചെയ്തെടുക്കുക, കട്ടയില്ലാണ്ട് മിക്സ് ചെയ്യുക കേട്ടോ. എന്നിട്ട് ഉപ്പൊക്കെ കറക്റ്റാണോ എന്ന് ചെക്ക് ചെയ്യുക. അപ്പോൾ ഈ ഒരു കൺസിസ്റ്റൻസിയിൽ വേണം നമ്മൾ ഈ ഒരു ബാറ്റർ കലക്കിയെടുക്കാനായിട്ട്. ഇനി നമുക്ക് ഒരു പാത്രത്തിൽ കുറച്ച് മൈദ എടുത്തിട്ടുണ്ട് ഞാൻ. ഈ ഓണിയൻ റിങ്സ് നമുക്കിത് ഈ മൈദയിൽ ആദ്യം ഒന്ന് മുക്കിയെടുക്കുക. എന്നിട്ട് വേണം നമ്മൾ കലക്കി വെച്ച ബാറ്ററിലോട്ട് ഇട്ട് കൊടുക്കാൻ കേട്ടോ. എന്നാലേ ശരിക്കും ഇതിമേ നന്നായിട്ട് ആ ഒരു കോട്ടിങ് പിടിക്കുള്ളൂ. അപ്പോൾ നമ്മൾ ആ ഒരു ബാറ്ററിൽ ആദ്യം ഒന്ന് മുക്കിയെടുക്കുന്നുണ്ട്. എന്നിട്ട് റസ്ക് പൊടിയിൽ റോൾ ചെയ്തെടുക്കുകയാണ് ചെയ്യുന്നത് കേട്ടോ. ഈ റസ്ക് പൊടിക്ക് പകരം നിങ്ങൾക്ക് വീട്ടിൽ തന്നെ ബ്രെഡ് മിക്സിയുടെ ബ്ലെൻഡറിൽ ഇട്ടിട്ട് നന്നായിട്ടൊന്ന് ക്രഷ് ചെയ്തെടുത്താൽ മതി. അല്ലാന്നുണ്ടെങ്കിൽ ഓട്സ് പൊടിച്ചിട്ടാണെങ്കിലും അതിലിട്ടിട്ടും ഇതുപോലെ തന്നെ ചെയ്തെടുക്കാൻ പറ്റും. അപ്പോൾ അത് നിങ്ങളുടെ ഇഷ്ടത്തിനനുസരിച്ച് ചെയ്താൽ മതി കേട്ടോ. നമുക്ക് ഓരോ റിങ്ങും ഇതുപോലെ തന്നെ ചെയ്തിട്ടൊന്ന് മാറ്റി വെക്കാം. ആദ്യം നമ്മൾ ഈ മൈദയിലൊന്ന് ഡിപ്പ് ചെയ്തെടുക്കുന്നുണ്ട്. എന്നിട്ട് ഈ ബാറ്ററിലോട്ട് ഇട്ട് കൊടുക്കുന്നുണ്ട്. ആ ബാറ്ററിൽ നന്നായിട്ട് തന്നെ ഒന്ന് മുക്കിയെടുക്കുക കേട്ടോ. ഉള്ളിയുടെ എല്ലാ ഭാഗത്തും ആ ബാറ്റർ നന്നായിട്ട് തന്നെ ആവണം. എന്നിട്ട് നമുക്കിത് ബ്രെഡ് ക്രംസിലിട്ടിട്ട് ഒന്ന് റോൾ ചെയ്തെടുക്കുക. അപ്പോൾ ഇതുപോലെ ഓരോ റിങ്ങും നമുക്ക് ചെയ്ത് വെക്കാം. പെട്ടെന്ന് തന്നെ ചെയ്യാൻ പറ്റും കേട്ടോ. ഓരോന്നായിട്ട് ഇങ്ങനെ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ഇതിപ്പോൾ വീഡിയോക്ക് വേണ്ടി കാണിക്കുമ്പോൾ കുറച്ച് സ്ലോ ആയിട്ട് കാണിക്കുന്നു എന്നുള്ളൂ. വീട്ടിൽ ചെയ്യുകയാണെങ്കിൽ വളരെ ഈസി ആയിട്ട് തന്നെ നമുക്ക് ചെയ്യാൻ പറ്റും. ഇപ്പോൾ നിങ്ങൾക്ക് റസ്ക് പൊടി തന്നെ വേണം നിർബന്ധമൊന്നുമില്ല കേട്ടോ. ഓട്സിലാണെങ്കിലും ഇതുപോലെ തന്നെ ചെയ്തെടുക്കാൻ പറ്റും. ഇനി ഇതുപോലെ ഞാൻ കുറച്ച് ഫ്രഞ്ച് ഫ്രൈസും കൂടെ എടുത്തിട്ട് ഇതുപോലെ തന്നെ സെയിം രീതിയിൽ തന്നെ ചെയ്യുന്നുണ്ട്. ഈ ഫ്രഞ്ച് ഫ്രൈസ് ഇല്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഉരുളക്കിഴങ്ങ് ഏത് ഷേപ്പിൽ വേണമെങ്കിലും കട്ട് ചെയ്തിട്ട് ഇതുപോലെ തന്നെ ചെയ്യാൻ പറ്റും. നല്ല ടേസ്റ്റാണ് കേട്ടോ. ഉള്ളി പോലെ തന്നെയാണ് ഉരുളക്കിഴങ്ങും നല്ല ടേസ്റ്റാണ്. സാധാരണ നമ്മൾ ഇതുപോലെ തന്നെ ബാറ്ററിലൊന്ന് മുക്കിയിട്ട് നമ്മുടെ റസ്ക് പൊടിയിലൊന്ന് റോൾ ചെയ്തിട്ട് എടുക്കുക. അപ്പോൾ അത് രണ്ടും ചെയ്തിട്ട് നമുക്ക് നല്ല ചൂടായ ഓയിലിട്ടിട്ട് നന്നായിട്ടൊന്ന് ഫ്രൈ ചെയ്തെടുക്കുക. നമ്മൾ ഫ്രൈ ചെയ്യുന്ന സമയത്ത് എപ്പോഴും ഓയിൽ നന്നായിട്ട് ചൂടായതിന് ശേഷമാണ് ഇട്ട് കൊടുക്കാനായിട്ട് കേട്ടോ. എന്നാൽ ഒട്ടും തന്നെ ഓയിൽ കുടിക്കൂല. ഓയിൽ ചൂടാകാതെ ഇടുമ്പോഴാണ് ഈ ഓയിൽ നന്നായിട്ട് കുടിക്കുന്നത് കേട്ടോ. ഓയിൽ നന്നായിട്ട് ചൂടായതിന് ശേഷം നമ്മൾ ഇട്ടതിന് ശേഷം ഒരു മീഡിയം ഫ്ലെയിമിലേക്ക് മാറ്റിയാൽ മതി. ഇനി ഒരു ഭാഗം റെഡിയാവുന്ന സമയത്ത് നമുക്ക് തിരിച്ചിട്ടിട്ട് 2 ഭാഗം ഒന്ന് ഫ്രൈ ആയി വരുന്ന സമയത്ത് നമുക്കിത് ഓയിലിൽ നിന്ന് കോരി മാറ്റാം. നല്ല ക്രിസ്പി ആയിട്ടുള്ള ഒരു ഇതാണ് കേട്ടോ. അത് നല്ല ക്രിസ്പി ആയിട്ട് തന്നെ ഇരിക്കും.
നമ്മൾ ഫ്രൈ ചെയ്ത് മാറ്റി വിചാരിച്ചിട്ട് തണുത്ത് പോകുന്നില്ല കേട്ടോ. നല്ല ക്രഞ്ചി ആയിട്ട് തന്നെ ആവും നമ്മൾ കഴിക്കുന്ന സമയത്തും. ഇപ്പോൾ 2 ഭാഗം റെഡി ആയിട്ടുണ്ട്. നമുക്കിത് ഓയിലിൽ നിന്ന് കോരി മാറ്റാം. നല്ല ടേസ്റ്റാണ് കേട്ടോ അത് കഴിക്കാനായിട്ട്. കുട്ടികളൊക്കെ ഒരുപാട് ഇഷ്ടപ്പെടും. അപ്പോൾ നമുക്ക് എന്നും നമ്മൾ ഉള്ളി വടായിട്ടും അങ്ങനെയൊക്കെയല്ല ഉണ്ടാക്കാറുള്ളത്. പക്കവട, ഉള്ളിവട. ഇതിപ്പോൾ ഉള്ളി വെച്ചിട്ട് ഇതുപോലെ ഒന്ന് ചെയ്ത് നോക്കുക. ഒരു വെറൈറ്റി ആയിട്ടുള്ള നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഒരു സ്നാക്ക് തന്നെയാണ്. അപ്പോൾ നമുക്ക് ബാക്കിയുള്ളതും കൂടി ഇതുപോലെ തന്നെ ഫ്രൈ ചെയ്തെടുക്കുക. ഒരു ഭാഗം റെഡി ആവുന്ന സമയത്ത് നമുക്ക് തിരിച്ചിട്ടിട്ട് 2 ഭാഗം ഒന്ന് ഫ്രൈ ആകുമ്പോൾ കോരി മാറ്റിയാൽ മതി. ഇത് നമ്മൾ ഒരു കോരിയൊക്കെ വെച്ചിട്ട് കോരുന്നേക്കാൾ ഇതുപോലെ ഒരു കോലൊക്കെ വെച്ചിട്ട് കുത്തിയെടുക്കണമെങ്കിൽ കുറച്ചും കൂടെ ഈസിയാണ് കേട്ടോ. നല്ല ഒരുപാട് ഓയിലൊന്നും പുറത്തോട്ട് ആവില്ല. അപ്പോൾ നമുക്ക് ബാക്കിയുള്ളതും കൂടെ ഇതുപോലെ ഫ്രൈ ചെയ്തെടുക്കാം. അപ്പോൾ ഞാൻ ഉരുളക്കിഴങ്ങിൻ്റെ പീസുകളും ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇത് ഞാൻ ജസ്റ്റ് അതിൽ കൂടെ ഒന്ന് കാണിച്ചു എന്നുള്ളൂ കേട്ടോ. നിങ്ങൾക്ക് ഇഷ്ടമാണെങ്കിൽ ചെയ്യുക. അപ്പോൾ നിങ്ങളൊരു പ്രാവശ്യമെങ്കിലും എന്തായാലും ട്രൈ ചെയ്ത് നോക്കുക കേട്ടോ. ഓരോ ദിവസം നമ്മൾ നോമ്പ് തുറക്കുന്ന സമയത്തേക്ക് എന്തെങ്കിലും ഒരു സ്നാക്ക് ഉണ്ടാക്കാതിരിക്കില്ല. അപ്പോൾ ഇതൊന്നും നിങ്ങളൊരു ദിവസമെങ്കിലും ഉണ്ടാക്കി നോക്കുക. ഉണ്ടാക്കി നോക്കുന്ന സമയത്ത് നിങ്ങൾ ഫീഡ്ബാക്ക് അറിയിക്കാൻ മറക്കരുത് കേട്ടോ. അപ്പോൾ നമ്മുടെ ഫ്രൈ ഒക്കെ ഇവിടെ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ എല്ലാവർക്കും ഇഷ്ടമായിട്ടുണ്ടാകുമെന്ന് വിചാരിക്കുകയാണ്. അപ്പോൾ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും അതുപോലെ ഷെയർ ചെയ്യാനും നിങ്ങൾ മറക്കരുത് കേട്ടോ. അപ്പോൾ നല്ല നല്ല റെസിപ്പികളൊക്കെ ആയിട്ട് ഇൻഷാ അല്ലാഹ് നമുക്ക് അടുത്തൊരു വീഡിയോയിൽ കാണാം. ഓക്കെ, ബൈ.